ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവത കഥാശ്രവണോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഇന്ന് ദ്വാദശിയാണ്. രാവിലെ തന്നെ ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതും ശ്രീമദ് ഭാഗവതം എല്ലാവിധ വൈദിക ഗ്രന്ഥങ്ങളുടെയും അന്തിമ സത്തയായിട്ടുള്ള സാരാംശമായിട്ടുള്ള വൃക്ഷമാകുന്ന വേദ ഉപനിഷത്തുകളുടെ പക്വമായിട്ടുള്ള ഫലം. ആ ഒരു ഫലം ശുഖമുഖാരവിന്ദത്തിൽ നിന്ന് കേൾക്കുന്ന ആ ശ്രീമദ് ഭാഗവതം ശ്രവിക്കുക എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം വേറൊരു ഭാഗ്യമില്ല. ആ ഒരു ശ്രീമദ് ഭാഗവതം ശുഖശാസ്ത്ര എന്ന് പറയും. ശുഖദേവ് ഗോസ്വാമിയുടെ ശാസ്ത്രം, അതായത് സാക്ഷാൽ ശ്രീമദ് ഭാഗവതം. ആ ഒരു ഭാഗവതമാണ് നമ്മൾ കേൾക്കുന്നത്. പരീക്ഷിത് മഹാരാജാവിന് ഏതൊരു ആനന്ദം ലഭിച്ചോ അതേ ആനന്ദം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കാൻ പറ്റും. എങ്ങനെ? യഥാരൂപത്തിൽ നമ്മൾ ശ്രീമദ് ഭാഗവതം ശ്രവിച്ചു കഴിഞ്ഞാൽ. ഇന്നലെ വരെ ചർച്ച ചെയ്തതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ ഭഗവാന്റെ അവതാര പട്ടികയിൽ അതിനു മുമ്പായിട്ട് മെനഞ്ഞാന്ന് നമ്മൾ ചർച്ച ചെയ്ത് ശ്രീമദ് ഭാഗവത്തിൽ ഭഗവാനെക്കുറിച്ച് പറയുന്ന അവതാരങ്ങളുടെ, ഭഗവാന് കോടിക്കണക്കിന് അവതാരങ്ങളുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതിൽ മറ്റ് ദേവീ ദേവന്മാരെല്ലാം എങ്ങനെ വിഭൂതികളാണ് എന്നുള്ളൊരു സെക്ഷൻ നമ്മൾ പഠിച്ചു. സത്യം പറഞ്ഞാൽ എല്ലാം ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും കേൾക്കാറില്ലേ, ഒരു ഇല പോലും അനങ്ങത്തില്ല ഭഗവാന്റെ അനുമതിയില്ലാതെ. ആ ഒരു വൈഭവം, ഭഗവാന്റെ ആ ഒരു അധീശത്വം, അധികാരത്വം, അതെല്ലാം നമ്മൾ പഠിച്ചു. ഭഗവാന്റെ ആ ഒരു സർവശക്തിത്വം, ഇതെല്ലാം നമ്മൾ പഠിച്ചു. എന്നിട്ട് ഇന്നലെ മുതൽ ഭഗവാന്റെ ഓരോ ലീലാ അവതാരങ്ങളും ഓരോരോ ഗുണാവതാരങ്ങളും ശക്തി ആവേശ അവതാരങ്ങളും അതൊക്കെ നമ്മൾ പഠിച്ചു. അതിൽ ആദ്യം ചർച്ച ചെയ്തത് സനത് കുമാര ഋഷികളെ കുറിച്ചായിരുന്നു. അവരിൽ നിന്ന് അവരെങ്ങനെയാണ് ആദ്യം വന്നതെന്നും അവർ ഭഗവാന്റെ ജ്ഞാന അവതാരമാണ്, ഭഗവാന്റെ ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് സനത് കുമാര ഋഷികൾ. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് ഭഗവാന്റെ വരാഹ അവതാരത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അന്നേരം നിങ്ങൾക്കായിട്ടൊരു ചോദ്യമുണ്ട്, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. പല ആൾക്കാരുടെ ഉള്ളിലും വരുന്നൊരു ചോദ്യമാണ്. വരാഹ അവതാരത്തെ നമ്മൾ എപ്പോഴും കാണുന്നുണ്ട് അല്ലേ? വരാഹമൂർത്തിയുടെ ആ കൊമ്പിൽ ഭൂമി ഇങ്ങനെ വെക്കുന്നതായിട്ട് നമ്മൾ കാണും. അന്നേരം നമ്മുടെ ഭൂമിക്കകത്ത് സമുദ്രമുണ്ട് അല്ലേ? പിന്നെ ഏത് സമുദ്രത്തിലാണ് ഹിരണ്യാക്ഷൻ ഈ ഭൂമിയെ മുക്കിയത്? ചിന്തിക്കുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് ശ്രീമദ് ഭാഗവതത്തിൻ്റെ അവസാനമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം. കമൻസിൽ വേണമെങ്കിൽ ഇടാം ഏത് ജലത്തിലാണ് അത് മുക്കിയതെന്ന്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യനുണ്ട്, അറ്റ്ലാന്റിക് ഓഷ്യനുണ്ട്, പാസിഫിക് ഓഷ്യനുണ്ട് അല്ലേ? ഇതെല്ലാം നമ്മുടെ ആ ഭൂമിക്കകത്ത് തന്നെ വരുന്നതല്ലേ. പിന്നെ ഇതുകൂടാതെ ഏത് ഓഷ്യനിലാണ് ഭൂമിയെ മുക്കിയത്? അവിടെ ഏത് ഓഷ്യനിനകത്താണ്, ഏത് സമുദ്രത്തിനകത്താണ് വരാഹസ്വാമി മുങ്ങി ഭൂമിയെ പൊക്കിയെടുത്തത്? ഇത് നമ്മൾ ആലോചിക്കുക. ഉത്തരം കിട്ടിയവർക്ക് കമൻസിലിടാം. ഇനി ഇന്നത് നമുക്ക് ശ്രീമദ് ഭാഗവതം ചർച്ച തുടങ്ങാം. അതിനു മുമ്പായിട്ട് ഭഗവാന്റെ കീർത്തനം പാടി തുടങ്ങാം. ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി, ജയ ഗോപി ജന വല്ലഭ ജയോ ഗിരിവരധാരി, ജയോ ഗിരിവരധാരി, ജയോ യശോദാനന്ദന, ജയോ ബ്രജജനരഞ്ജന, ജയോ യശോദാനന്ദന, ജയോ ബ്രജജനരഞ്ജന, ജയോ യമുനാ തീരവനചാരി, ജയോ കുഞ്ച വിഹാരി, जयो यमुना तीरावनचारी जयो कुंज
Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare ഗോലോകേര പ്രേംധന ഹരിനാമ സങ്കീർത്തൻ കീ. ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, കമൻസിൽ ഉത്തരവൊന്നും വന്നില്ല. ആർക്കാണോ അറിയാവുന്നത് അവരെല്ലാം കമൻസിൽ ഉത്തരവിടുക. ഏത് സമുദ്രത്തിലാണ് വരാഹസ്വാമി ഏത് സമുദ്രത്തിൽ നിന്നാണ് ഭൂമിയെ ഉദ്ധരിച്ചത്? കാരണം ഭൂമിക്കകത്ത് ഓൾറെഡി സമുദ്രങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഏത് സമുദ്രത്തിനകത്താണ് ഭൂമി പോയത്? ഏത് സമുദ്രത്തിൽ നിന്നാണ് വരാഹമൂർത്തി സ്വന്തം കൊമ്പിൽ ഭൂമിയെ ഉദ്ധരിച്ചത്? ദയവായ ഉത്തരങ്ങൾ കമൻസിലിടുക. ഇത് കമൻസ് കൂട്ടാൻ വേണ്ടിയല്ല, ഒരു ചർച്ചാ വിഷയം. ഭാഗവതത്തെക്കുറിച്ച് ചോദ്യോത്തരങ്ങൾ എത്രത്തോളം ആകുന്നോ അത്രത്തോളം നല്ലതാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻസിലിടുക. ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കീ ജയ്. കമൻസിൽ ആരും ഉത്തരം ഇടുന്നില്ല. എല്ലാവരും ഹരേ കൃഷ്ണ എന്ന് മാത്രമേ ഇടുന്നുള്ളൂ. ശരി, നമുക്ക് ചർച്ച തുടങ്ങാം. ഞാൻ ചോദിച്ച ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. വരാഹസ്വാമി ഏത് സമുദ്രത്തിനകത്തിൽ നിന്നാണ് ഭൂമിയെ ഉദ്ധരിച്ചത്? നമ്മുടെ ഭൂമിക്കകത്ത് ധാരാളം സമുദ്രങ്ങളുണ്ട്. ഏത് സമുദ്രത്തിൽ നിന്നാണ് വരാഹസ്വാമി ഭൂമിയെ ഉദ്ധരിച്ചത്? ഭൂമിക്കകത്ത് തന്നെയുള്ള സമുദ്രമാണെങ്കിൽ ഭൂമിയെ പിന്നെ എങ്ങനെ ഉദ്ധരിച്ചു? അന്നേരം ഭൂമിക്ക് പുറത്തുള്ള സമുദ്രമാണെങ്കിൽ അത് ഏത് സമുദ്രമാണ് എന്നാണ് നമ്മുടെ ചോദ്യം. പൊതുവെ വൈദിക ശാസ്ത്ര പുരാണങ്ങളിൽ നമ്മൾ കേൾക്കുന്ന കാര്യം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ബുദ്ധി അതിനുവേണ്ടി ഉപയോഗിക്കണം. ബുദ്ധി കൂടുതലും തത്വങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി, വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കും തോറും ബുദ്ധി ശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ ബുദ്ധി ശാസ്ത്രവശങ്ങളെ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങും. ഒന്നി മായയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കൃഷ്ണന് വേണ്ടി. ഈ രണ്ട് ഓപ്ഷനേ നമ്മുടെ കയ്യിലുള്ളൂ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി. കൃഷ്ണന് വേണ്ടി ഉപയോഗിക്കുന്ന ഇന്ദ്രിയങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, പരിശുദ്ധീകരിക്കപ്പെടും. ഭഗവാന് വിരുദ്ധമായിട്ട് നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി മാത്രം നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഇന്ദ്രിയങ്ങൾ മലിനമായി കൊണ്ട് തന്നെ ഇരിക്കും, പരിശുദ്ധീകരിക്കപ്പെടത്തില്ല. ഇപ്പൊ കണ്ണുകൊണ്ട് ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള വിഗ്രഹം ഭഗവാന്റെ കാണുമ്പോൾ കണ്ണിന്റെ ആ ഒരു പരിശുദ്ധി കൂടും. ചെവി കൊണ്ട് ഭഗവാന്റെ തിരുനാമം കേൾക്കുമ്പോൾ, ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ ചെവിയും ശുദ്ധീകരിക്കപ്പെടും. ഭഗവാന്റെ സങ്കീർത്തനം, ഭഗവാന്റെ നാമം നാവ് കൊണ്ട് ജപിക്കുമ്പോൾ എന്താകും? നമ്മുടെ നാവ് ശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ നാസിക മൂക്കുകൊണ്ട് ഭഗവാന്റെ ആ ചന്ദനം, ഭഗവാന്റെ ആ തുളസി, ഇതൊക്കെ ഭഗവാന് അർപ്പിച്ച പുഷ്പങ്ങൾ, അതിൻ്റെ ആ സുഗന്ധം ആസ്വദിക്കുമ്പോൾ നമ്മുടെ മൂക്കും പരിശുദ്ധീകരിക്കപ്പെടും. ഇങ്ങനെ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും, നമ്മുടെ മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശുദ്ധീകരിക്കപ്പെടും. അതേപോലെ നമ്മുടെ ബുദ്ധിയും
ഭഗവാന്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അതിൻ്റെ തത്വങ്ങളെ കൂടുതൽ കൂടുതൽ ഗഹനത്തിൽ ആലോചിക്കും തോറും, ബുദ്ധിപരമായിട്ട് ആലോചിക്കുമ്പോഴും തത്വങ്ങളൊക്കെ ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോഴും എന്താവും? നമ്മുടെ ബുദ്ധിയും പരിശുദ്ധീകരിക്കപ്പെടും. ഈ ബുദ്ധി പരിശുദ്ധീകരിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാ ഇന്ദ്രിയങ്ങളെക്കാട്ടിയും നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് നമ്മുടെ ബുദ്ധി ഉണരാത്തതാണ്. നമ്മുടെ രഥം പോലെയാണ് നമ്മുടെ ശരീരം എന്ന് പല പ്രാവശ്യവും നമ്മൾ ഉപമിച്ചിട്ടുണ്ട്. ഈ രഥത്തിലെ കുതിരകളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ആ കുതിരകളുടെ കയറാണ് മനസ്സ്. പക്ഷെ തേരാളി ആരാണ്? നമ്മുടെ ബുദ്ധിയാണ്. നമ്മൾ ആരാണ്? ആത്മാവ്, സഞ്ചാരി, ഈ രഥത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തി. അന്നേരം ഈ ബുദ്ധി ഉണർന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ബുദ്ധിയുടെ തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർതിരിച്ച് മനസ്സിലാക്കുക എന്താണ് നല്ലത്, എന്താണ് നല്ലതല്ലാത്തത്. ശരിയും തെറ്റിനെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഡ്യൂട്ടിയാണ് ബുദ്ധിക്കുള്ളത്. അന്നേരം ശാസ്ത്രപരമായിട്ടുള്ള തത്വങ്ങളൊക്കെ നമ്മൾ ഗ്രഹിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി കൂടുതൽ കൂടുതൽ ശക്തമാകും. സത്സംഗത്തിലൂടെ നമ്മുടെ ബുദ്ധിയുടെ ശക്തി കൂടും. ഈ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ മാർക്സ് എത്ര മേടിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ആ ഒരു ബുദ്ധിയെക്കുറിച്ചല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം എന്ന് പറയുന്നത്. ഈ ഒരു ജ്ഞാനം നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും അതിൻ്റേതായിട്ടുള്ള ഒരു ഉണർവ് നമുക്ക് ലഭിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും, അത് നമ്മുടെ പഠിത്ത കാര്യമായാലും ഓഫീസിലെ കാര്യമായാലും കുടുംബത്തിൻ്റെ കാര്യമായാലും, നമ്മൾ ശരീരമല്ല ആത്മാവാണ് എന്നുള്ളൊരു അടിസ്ഥാന തത്വത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനമെങ്കിലും എന്താകും? അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് റിസൾട്ട്സ് നമുക്ക് എല്ലായിടത്തും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം. അന്നേരം ഇപ്പോൾ ഒരാൾ ഉത്തരം തന്നു കോസ്മിക് ഓഷൻ. കോസ്മിക് ഓഷൻ എന്ന് ഉദ്ദേശിക്കുന്ന ഏതാണ്? കാരണജലമാണോ? ഓക്കെ, എന്തായാലും കമൻസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക, നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇനി ഇന്നത്തെ ശ്ലോകം നമുക്ക് നോക്കാം. 7ാമത്തെ ശ്ലോകമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സംസ്കൃത പദങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ പ്രധാനപ്പെട്ട സംസ്കൃത ശ്ലോകങ്ങളിലെ പദങ്ങൾ: ദ്വിതീയം, രണ്ടാമത്തെ, ഭാവായ, ക്ഷേമത്തിനായി, അസ്യ, ഈ ഭൂമിയിൽ, രസതല, നിമ്നതലങ്ങളിൽ, ഗതിം, മഹീം, ഭൂമി, ഉദ്ധരിഷ്യൻ, ഉയർത്തുന്നു, ഉപാദത്ത, സ്ഥാപിച്ചു, യജ്ഞേശഃ, നിയന്ത്രകൻ അഥവാ പരമ ഉപഭോക്താവ്, സൗകരം, പന്നിയെ പോലുള്ള, വരാഹ, വഭു, അവതാരം. ഇനി നമുക്ക് ശ്ലോകം വായിക്കാം. ദ്വിതീയം തു ഭവായാസ്യ രസാതലഗതാം മഹീം ഉദ്ധരിഷ്യന്നുപാദത്തൈ യജ്ഞേശ സൗകരം ബഭൂ. വിവർത്തനം ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദജി എന്താ പറയുന്നത് നമുക്ക് നോക്കാം. സർവയജ്ഞങ്ങളുടെയും പരമഭോക്താവായ ഭഗവാൻ വരാഹാവതാരം സ്വീകരിച്ച് ഭൂമിക്ഷേമാർത്ഥം ഭൂമിയെ പ്രപഞ്ചത്തിന്റെ അധോലോകം, അതായത് രസാതലത്തിൽ നിന്നും ഉയർത്തി എന്നാണ് പറയുന്നത്. പരമദിവ്യോത്തമ പുരുഷന്റെ ഓരോ അവതാരവും നിർവഹിച്ച വിശേഷ കർമ്മവും വിശദീകരിച്ചിരിക്കുന്നു എന്ന് സൂചനയാണിത്. സവിശേഷമായ കർമ്മമില്ലാത്ത യാതൊരു അവതാരവുമില്ല. ഭഗവത് ലീലകൾ സദാ അസാധാരണവും സർവാതിശയുമാകുന്നു. ഏതൊരു ജീവസത്തയ്ക്കും നിർവഹിക്കാൻ അസാധ്യമായ വണ്ണമാണ് ഇത്. അശുദ്ധ വിഷയങ്ങളുടെ അതിശക്ത തലങ്ങളിൽ നിന്നും പൃഥ്വിയെ വീണ്ടെടുക്കാൻ പരമദിവ്യോത്തമ പുരുഷന് അവതാരമെടുക്കേണ്ടി വന്നു.
അശുദ്ധമായ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും എടുക്കാൻ വരാഹത്തിന് കഴിയുന്നു? സർവശക്തനായ പരമദിവ്യോത്തമ പുരുഷൻ ഈ അത്ഭുതത്തെ അത്തരം അശുദ്ധ സ്ഥലത്ത് ഭൂമിയെ ഒളിപ്പിച്ച അസുരന്മാർക്ക് കാട്ടിക്കൊടുത്തു. പരമദിവ്യോത്തമ പുരുഷന് അസാധ്യമായിട്ടൊന്നുമില്ല. വരാഹമായി അദ്ദേഹം അവതരിച്ചുവെങ്കിലും സദാ അതീന്ദ്രിയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തെ ഭക്തർ ആരാധിക്കുന്നു. ഹരി ഓം തത്സത്. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മह्यं ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനോ സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഇവിടെ വരാഹസ്വാമിയുടെ അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി മുന്നോട്ട് നമ്മൾ ശ്ലോകത്തിൽ പഠിക്കും. അവതാരാഹി അസംഖ്യ. അസംഖ്യമായിട്ടുള്ള ഭഗവാന്റെ അവതാരങ്ങളുണ്ട്. കോടിക്കണക്കിന് അവതാരങ്ങളുണ്ടെന്ന് മെനഞ്ഞാത്ത പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. ഭഗവാന്റെ ശക്തി ആവേശ അവതാരത്തെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭഗവാന്റെ ലീല അവതാരങ്ങളെക്കുറിച്ചാണ്. ഓരോരോ ലീലകളാടാൻ വേണ്ടി ഭഗവാൻ എടുത്ത ഓരോ അവതാരങ്ങൾ. നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമാ നടന്റെ സിനിമ കാണുന്ന പോലെയാണ് ഭഗവാന്റെ ഓരോ ലീലകൾ. അതിമനോഹരവും അത്യാകർഷകവും ഇത്രയും അത്യുജ്വലമായിട്ടുള്ള ലീലകൾ നമ്മൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവത്തില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഭഗവാന്റെ ഓരോ ലീലകളും. സിനിമകളൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം കണ്ടാലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്താവും, കുറച്ച് കഴിയുമ്പോൾ കാണുന്തോറും മടുപ്പ് കൂടും. വല്ലപ്പോഴും ഒക്കെ കാണാൻ പിന്നെ ഓക്കെ, പക്ഷെ ഒരേ സിനിമ തന്നെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നും. പക്ഷെ ഭഗവാന്റെ ലീലകൾ, വരാഹ അവതാരത്തെക്കുറിച്ച് ആർക്കാണ് അറിയാത്തത്? പക്ഷെ എത്ര കേട്ടാലും നമുക്ക് മടുപ്പ് തോന്നത്തില്ല, ഒരു ആകാംക്ഷ തോന്നും. അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ എപ്പോഴും കാണും. ആ നിഗൂഢതകളിലേക്ക് നമുക്ക് എപ്പോഴും പ്രവേശിക്കാൻ പറ്റും. അതിലോട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ഡീപ്പായിട്ട് പോകുന്തോറും നമ്മുടെ അന്ധകരണത്തിലുള്ള കാമക്രോധ മോഹ ലോഭാദി മത്സരാദികളെല്ലാം, മതമാത്സര്യം എല്ലാം അത് നശിച്ച് നമ്മൾ യഥാർത്ഥ ആത്മീയ അവബോധത്തിലേക്ക് ഉണരും. അതാണ് ഭഗവത്ഗീതയുടെ, ഭഗവത് കഥകളുടെ, ഭഗവത്ഗീത ഭാഗവതം എന്നതിൻ്റെ മഹത്വം. അന്നേരം വരാഹസ്വാമിയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ ഈ സംസ്കൃത ശ്ലോകത്തിൽ പ്രധാനപ്പെട്ട വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞേഷ. അന്നേരം പൊതുവെ ശൂകര രൂപം, അതായത് പന്നിയുടെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രൂപമല്ല. കാണാൻ അത്ര ഭംഗി കാണത്തില്ല. പിന്നെ അതുകൂടാതെ ആ പന്നി ഇരിക്കുന്നതെല്ലാം എപ്പോഴും വൃത്തികെട്ട സ്ഥലങ്ങളിലായിരിക്കും. പന്നിയുടെ ഭക്ഷണവും മാലിന്യമായിരിക്കും. ഒരിക്കലും ആരും വരാത്ത സ്ഥലങ്ങളിൽ, ആരും പോകാത്ത, സാധാരണ മനുഷ്യർ പോകാത്ത സ്ഥലത്താണ് പന്നി സഞ്ചരിക്കുന്നതും. അവിടെ ആ വൃത്തികേടിൽ സന്തോഷിച്ച് ആനന്ദിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ് പന്നി എന്ന് പറയുന്നത്. അന്നേരം പൊതുവെ അസഭ്യമായിട്ട് പല ആൾക്കാരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്ന സമയത്തും
നമ്മൾ അവരെ ഈ ഒരു വാക്ക് ഉപയോഗിച്ച് വിളിക്കാറുണ്ട് അല്ലേ? പന്നി എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ച് അധിക്ഷേപിക്കാറുണ്ട്, ഇൻസൾട്ട് ചെയ്യാറുണ്ട്. അന്നേരം അത്രയ്ക്ക് തുച്ഛമായിട്ടുള്ള രീതിയിലാണ് പൊതുവെ പന്നി എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അന്നേരം ഭഗവാൻ യജ്ഞേശനാണ്, എല്ലാവിധ യജ്ഞങ്ങളുടെയും ഭോക്താവാണ്. ആ ഭഗവാൻ നമുക്ക് വേണ്ടി താഴെ ചെളിയിൽ വരെ ഇറങ്ങി വരാൻ തയ്യാറാണ്. ഇതാണ് ഭഗവാന്റെ മഹത്വം. നമ്മുടെ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി, ഭൂമണ്ഡലത്തെ രക്ഷിക്കാൻ വേണ്ടി ഇത്രയ്ക്ക് ലോ ആയിട്ട് വന്ന് ഇറങ്ങാനും തയ്യാറായി. അതുകൊണ്ടാണ് പറയുന്നത് യജ്ഞേശ. ഭഗവാൻ ഇത്ര താഴോട്ട് ഇറങ്ങി വന്നതിൻ്റെ അർത്ഥം ഭഗവാന്റെ പൊസിഷൻ ഡൗൺ ആയോ? ഇല്ല, ഭഗവാൻ തന്നെ. പൊതുവെ ഇലക്ഷൻ സമയത്തൊക്കെ, ഇതാരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, നാളെ വോട്ടാണെങ്കിൽ, ഇലക്ഷൻ ആണെങ്കിൽ ഇന്നത്തെ ദിവസം ചില ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യും? അവിടെ എവിടെയും കുഴി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നികത്താൻ നോക്കും, വോട്ട് പിടിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാലിന്യം ഉണ്ടെങ്കിൽ ചവറ് കോരാൻ വരും. എന്തിനാണ്? എല്ലാവരും മനസ്സിലാക്കണം, ഞാൻ ഇത്രയും വലിയ പൊസിഷനിൽ ഇരുന്നിട്ടും ഞാൻ താഴെ ഇറങ്ങി വരികയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ ഒരാളാവാൻ വേണ്ടി. ഭഗവാൻ അങ്ങനെ വോട്ട് പിടിക്കാൻ വേണ്ടി ചെയ്തതല്ല. വോട്ട് പിടിച്ചാൽ, ഇലക്ഷനിൽ വോട്ട് കിട്ടിയാലേ അവർ ഉയർന്ന പൊസിഷനിലെത്തൂ. ഒരു സാധാരണ വ്യക്തി ഉയർന്ന സ്ഥാനത്തെത്തൂ. പക്ഷെ ഭഗവാന്റെ സ്ഥാനം വോട്ട് കൊണ്ട് പിടിച്ച സ്ഥാനമല്ല. ഭഗവാന്റെ സ്ഥാനം എപ്പോഴും അങ്ങനെ തന്നെയാണ്. അവിടെ എലക്ഷൻ ഇല്ല, ഏകാധിപത്യമാണ്. അതും ചൂഷണം ചെയ്ത് പിടിച്ചടക്കിയ ആധിപത്യമല്ല, അദ്ദേഹത്തിൻ്റെതാണ് എല്ലാം. ഭോക്താരാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം. ആ ഇത്രയും അഖില കോടി ബ്രഹ്മാണ്ട നായകനായിട്ടും എല്ലാം തുറന്നു കൊടുത്തിരിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി. ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, കാരണം നിങ്ങൾ എല്ലാവരും എൻ്റെ മക്കളാണ്. പക്ഷെ ഭഗവാൻ ഇടപെടുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾ ഒരാളുടെ പ്രവൃത്തി മറ്റൊരു കുട്ടിക്ക് പ്രശ്നമാകുമ്പോൾ മാത്രം ഭഗവാൻ ഇടപെടും. അത് എന്തുകൊണ്ട്? മറ്റൊരു വ്യക്തി സാധു ആയതുകൊണ്ട്. ആ ഒരു വ്യക്തിയെ, ആ ഒരു കുട്ടിയെ നീ എന്തിനു ദ്രോഹിക്കുന്നു എന്നൊരു വിഷമം കൊണ്ട്, അതിനു വേണ്ടി, ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ് ഭഗവാൻ ഇറങ്ങി വരുന്നത്. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എന്ത് നടന്നാലും ഭഗവാൻ അത് ഇടപെടാറില്ല. ഇത്രയും നല്ലൊരു മുതലാളിയെ ആർക്കാണ് കിട്ടുന്നത്? ഇത്രയും നല്ലൊരു അച്ഛനെ, ഇത്രയും നല്ലൊരു അമ്മയെ നമുക്ക് എവിടെ കിട്ടും? പൊതുവെ നമ്മുടെ അച്ഛനമ്മമാർ തന്നെ അവർ പറയുന്ന കേട്ടില്ലെങ്കിൽ എങ്ങനെയാണ്? നമ്മളെ അടിക്കും, വഴക്ക് പറയും, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. ഫോഴ്സ്ഫുള്ളി നമ്മളെ അത് എങ്ങനെയെങ്കിലും അത് ചെയ്യിപ്പിച്ചെടുക്കാൻ, കുറഞ്ഞ പക്ഷം കരഞ്ഞു വിളിച്ചെങ്കിലും, ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടെങ്കിലും നമ്മളെ കൊണ്ട് ആ കാര്യം നടത്തിയെടുക്കും. പക്ഷെ ഭഗവാൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇത് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ പൊതുവെ അങ്ങനെയാണ്. അച്ഛനമ്മമാരുടെ സ്നേഹം അങ്ങനെയാണ്. പക്ഷെ ഭഗവാന്റെ സ്നേഹം എങ്ങനെയാണെന്നറിയോ? അതീന നിസ്വാർത്ഥമാണ്. കാരണം ജീവാത്മാവിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യത്തെ ഭഗവാൻ ഒരിക്കലും തടസ്സപ്പെടുത്തത്തില്ല. പക്ഷേ അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഗീത, ഭാഗവതം, ഭക്തർ എന്നീ വ്യക്തികളിൽ നിന്നും അവർക്ക് ആ ഒരു അവസരവും കൊടുക്കുന്നുണ്ട്. അതായത് എപ്പോഴും നമ്മൾ കേട്ടത് മാതിരി ജീവിതം എന്ന് പറയുന്നത് ജനനവും മരണത്തിൻ്റെ ഇടയിലുള്ള ഒരു യാത്രയാണ്. പക്ഷെ ആ ജീവിതം പോകുന്ന വഴി, നമ്മൾ അനുഭവിക്കുന്ന റിസൾട്ട് നമ്മൾ ഓരോ നിമിഷവും എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങോട്ട് പോകണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഏത് വഴി സ്വീകരിക്കുന്നോ അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാനുള്ള എല്ലാ സെറ്റപ്പും ഭഗവാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ധർമ്മത്തിൻ്റെ പാതയിൽ പോകുകയാണെങ്കിൽ ധർമ്മം നമ്മളെ രക്ഷിക്കും. നമ്മൾ അധർമ്മത്തിൻ്റെ പാതയിൽ പോവുകയാണെങ്കിൽ അതേ അധർമ്മം തന്നെ നമ്മളെ കുഴി തോണ്ടും. ഡിഗിങ് അവർ ഓൺ ഗ്രേവ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? നമ്മൾ ചെയ്യുന്ന ഓരോ ചിന്തകളും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മുടെ തന്നെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി വലിയ വില കൊടുക്കരുത്. നമ്മൾ കളിക്കുന്നത് നമ്മുടെ ജീവിതം വെച്ചിട്ടാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ എന്തൊക്കെയോ നേടിയെന്ന്, പക്ഷെ അതിന് വില കൊടുക്കുന്നത് നമ്മുടെ ആത്മസാക്ഷാത്കാരമാണ്. നമ്മൾ നമ്മുടെ ആത്മാവിനെ പണയം വെച്ചിട്ടാണ്
നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത്. അതുകൊണ്ട് പുറമേ ഉള്ള നഷ്ടങ്ങളൊന്നും നഷ്ടമായിട്ട് കാണാതിരിക്കുക. യഥാർത്ഥ നഷ്ടം ആത്മാവിനെ നഷ്ടപ്പെടുത്തുക എന്നതാണ്. ആത്മാവിനെ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. ദൈവവിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ദൈവത്തെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇതൊന്നും ഭഗവാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്യത്തില്ല ആരോടും. ഭഗവാൻ എന്താണ് പറയുന്നത്? മോനെ, നീ നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. കാരണം നിന്റെ ആത്മാവിനെ നീ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്താണ് നേട്ടമായിട്ടുള്ളത്? ഇതെല്ലാ മതഗ്രന്ഥങ്ങളിലും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ്. യേശു ക്രിസ്തു വരെ പറയുന്ന എന്താണ്? ലോകത്തെ മുഴുവൻ നീ കൈക്കലാക്കി, പക്ഷെ നീ നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എന്താണ് നീ നേടിയത് ലോകത്തിൽ? ലോകത്തിലെ പല കാര്യങ്ങളും നിനക്ക് നേടാൻ പറ്റിയില്ല, പക്ഷെ നീ നിന്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം നേട്ടം ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ലെന്നാണ് പറയുന്നത്. ഇതേ സന്ദേശം തന്നെയാണ് എല്ലാ മതത്തിലും എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നത്. പക്ഷെ ഈ അടിസ്ഥാന തത്വത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയുമ്പോഴാണ് എല്ലാവിധ പ്രശ്നങ്ങളും കൺഫ്യൂഷനും വരുന്നത്. ഇതിൽ ഉറച്ചു നിൽക്കണം. എന്നാലും ഭഗവാൻ ഇവിടെ വരുന്നതും ഈ ഒരു തത്വം നമ്മളെ പഠിപ്പിക്കാനും, എന്തിനു വേണ്ടി? നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനോ, നമുക്ക് സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മളെ ഒരു ബന്ധനത്തിലാക്കി ഫോഴ്സ്ഫുള്ളി നമ്മളെ ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോകാനൊന്നും ഭഗവാന് താല്പര്യമില്ല. ഭഗവാൻ പറയുന്നത് എന്തുവാണ്? നിങ്ങൾക്ക് ഇവിടെയാണോ ജീവിക്കാൻ ഇഷ്ടം? ജീവിച്ചോളൂ. പക്ഷേ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കൂ. എന്തുകൊണ്ട്? നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ, മറ്റൊരു വ്യക്തിക്ക് ബുദ്ധിമുട്ടാവാതെ ഇരിക്കാൻ. ലോകാനാം ഹിതകാരിണോ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇത് തന്നെയാണ് ഭഗവാനും ആഗ്രഹിക്കുന്നത്. നമ്മൾ ഭക്തരാകണമെന്ന് ഭഗവാന് സന്തോഷമേ ഉള്ളൂ. എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? അച്ഛനമ്മയുടെ കൂട്ടത്തിൽ മക്കളെല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കണം. പക്ഷെ മക്കൾക്ക് താല്പര്യമില്ലെങ്കിൽ അച്ഛൻ ശരി, നീ എവിടെയായാലും സന്തോഷത്തോടു കൂടി ഇരിക്കണം, എൻ്റെ എല്ലാ മക്കളും ഒന്നിച്ചിരിക്കണം. ഇതാണ് ഭഗവാന്റെ ആഗ്രഹം. അതിൽ മനുഷ്യർന്ന് മാത്രമല്ല, എല്ലാ മൃഗങ്ങളും വരും. രാജ്യവ്യത്യാസമില്ല, ലിംഗവ്യത്യാസമില്ല, വയസ്സിന്റെ വ്യത്യാസമില്ല, ഒരു തരത്തിലുള്ള ഭാഷയുടെ വ്യത്യാസമില്ല. ലോകം മുഴുവൻ. എന്തിന് ലോകം എന്ന് പറയുന്നു? 84 ദശലക്ഷ യോനികളും, ദേവന്മാർ, അസുരന്മാർ, എല്ലാവരും. അതുകൊണ്ടാണ് ഭഗവത്ഗീതയെ ഭഗവാൻ പറയുന്നത്, എനിക്ക് ആരോടും അധികമായിട്ടുള്ള അടുപ്പവും ഇല്ല, ആരോടും എനിക്ക് വെറുപ്പുമില്ല, ഞാൻ സമഭാവത്തിലാണ് ഇരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഭഗവാൻ എല്ലാവരുടെയും അച്ഛനാണ്. എന്നിട്ട് നമ്മൾ വിചാരിക്കും അവതാരങ്ങൾ എടുത്ത് ഭക്തരെ രക്ഷിക്കുന്നു, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു, മറ്റുള്ളവരെ വധിക്കുന്നു. കാരണം അവന്റെ തന്നെ കുഴി തോണ്ടുകയാണ്. ഇവനെ ശിക്ഷിച്ചില്ലെങ്കിൽ ഇവൻ സാധു വ്യക്തികളെ കൂടുതൽ ദ്രോഹിക്കും. അത് എന്തായാലും ഇവ ഒരു ദിവസം മരിക്കും. ആ ഒരു മരണത്തിന് ശേഷം ഇത്രയും സാധുക്കളെ ദ്രോഹിച്ചതിന്റെ ഒരു പാപം നരകത്തിൽ അവൻ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അതേ സമയത്ത് ഭഗവാൻ വന്ന് ഭഗവാന്റെ കൈകളാൽ അവനെ വധിക്കുമ്പോൾ എന്താവും? അവന് മോക്ഷവും ലഭിക്കും. കാരണം ഭഗവാൻ പരിശുദ്ധമാണ്, ഏറ്റവും പരിശുദ്ധമാണ്. കാരണം പരിശുദ്ധി എന്ന് പറയുന്നതിന്റെ അന്തിമ വാക്ക് ഭഗവാനാണ്. ആ ഭഗവാനെ കുറിച്ച് സ്മരിക്കുമ്പോൾ, ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ, ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു മാലിന്യങ്ങളെല്ലാം പോവുകയാണ്. ആ ഭഗവാന്റെ തൃക്കൈകളാൽ വധിക്കപ്പെടുകയാണെങ്കിൽ അതിൽ പരം ഭാഗ്യം എന്താണ്? ഉള്ളിലുള്ള എല്ലാ കാമക്രോധ മോഹ ലോഭ മാത്സര്യങ്ങളെല്ലാം നഷ്ടപ്പെടും. ഇത് ഭഗവാന്റെ ഏറ്റവും വലിയ കാരുണ്യമാണ്. അന്നേരം ഭഗവാന്റെ അനുഗ്രഹവും ഭഗവാന്റെ കയ്യിൽ നിന്നുള്ള വധവും ഒരേപോലെ കാരുണ്യം ചെയ്യുന്ന കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം ഭഗവാൻ ഇവിടെ ഇറങ്ങി വരുന്നതും ഭഗവാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. ഉദ്ദേശമില്ലാതെ ഭഗവാൻ ഒന്നും ചെയ്യത്തില്ല. അന്നേരം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഭഗവാൻ ലേറ്റ് ആക്കും. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാട്, ഇത് ഭഗവാൻ എന്താ ഇത്രയും ലേറ്റ് ആക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഭഗവാന്റെ പേര് തന്നെ അച്യുതൻ എന്നാണ്. അച്യുതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ച്യുതി ഇല്ലാത്തവൻ, ഒരിക്കലും വീഴ്ചയില്ലാത്തവൻ. അതുകൂടാതെ കറക്റ്റ് സമയത്തിന് എത്തുന്ന ആള്. സമയത്തിന് മുമ്പേ എത്തത്തില്ല, സമയത്തിന് ശേഷവും എത്തത്തില്ല. കറക്റ്റ് പഞ്ച്വലാണ് ഭഗവാൻ. ആ സമയം നമുക്ക് അറിഞ്ഞുകൂടാ എന്നൊരു പ്രശ്നമേ ഉള്ളൂ. ഏത് സമയത്ത് എങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഭഗവാന് നല്ലതുപോലെ അറിയാം. ഭഗവാനെ പോലെ പെർഫെക്റ്റ് ആയിട്ട് ആർക്കും ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഓരോ അസുരന്മാരും അവർ എങ്ങനെ മരിക്കണം, എന്ത് കാരണത്താൽ മരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഭഗവാന് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ട്. ഈ ഒരു വഴി മാത്രമേ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ പറ്റൂ. അതിൻ്റെ കൂട്ടത്തിൽ അവനെയും രക്ഷപ്പെടുത്താൻ പറ്റൂ.
അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, ഭഗവാന്റെ ആ കാരുണ്യം എന്താണ്, ഭഗവാൻ എന്തുകൊണ്ട് ഈ അവതാരങ്ങൾ എടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഭഗവാന്റെ ഉള്ളിലെ ആ ഭാവം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അന്നേരമാണ് നമുക്ക് ഭഗവാനോടുള്ള ഒരു ഭക്തി കൂടുന്നതും ഭഗവാനോടുള്ള ഒരു മതിപ്പും സ്നേഹവും കൂടുന്നത്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, സാക്ഷാൽ വൈകുണ്ഠനാഥൻ ഒരു പന്നി രൂപമെടുത്ത് താഴെ ഇറങ്ങി വരികയാണ് നമുക്ക് വേണ്ടി ഏറ്റവും അധമമായിട്ടുള്ള ചെളിയിലും കൈയിടാൻ തയ്യാറാണ്. ചെളിയിൽ കൈയാണോ ഇട്ടത്? ഭഗവാന്റെ മൂക്കാണ് ഇടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ മൂക്കിന്റെ തുമ്പത്തുള്ള ആ കൊമ്പ് വെച്ചിട്ടാണ് ഭഗവാൻ ഈ ഭൂമിയെ ഉദ്ധരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ ഇതൊക്കെ? നമ്മളോട് പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾക്ക് ഇത്രയും രൂപ തരാം, നിങ്ങൾ ചെളിയിൽ പോയി കളിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമയിൽ പോലും അങ്ങനെ കളിക്കണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്നറിയാം. അതിനുവേണ്ടി ആ സെലിബ്രിറ്റീസിന് എന്തുമാത്രം കാശ് കൊടുക്കണമെന്നറിയാം. കാശ് കൊടുത്താൽ പോലും ചെളിയിൽ നമ്മൾ കാല് കുത്തത്തിലുള്ള ചെളിയിൽ ചെറിയ എന്തെങ്കിലും ഒരു മണ്ണായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കാലൊക്കെ കഴുകി അല്ലേ, നല്ല പോഷായിട്ടാണ് നമ്മൾ പോളിഷ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു മഴ നനയാൻ പോലും നമുക്ക് വളരെ അസഹനീയമാണ്. അന്നേരം ചെളിയിൽ ആരെങ്കിലും ഇങ്ങനെ അതിൻ്റെ അടിയിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആരെങ്കിലും തയ്യാറാവുക? പക്ഷെ ഭഗവാൻ നമുക്ക് വേണ്ടി ഏറ്റവും അധമമായിട്ടുള്ള താഴ്ന്ന ലോകങ്ങളിലേക്ക് ഭഗവാൻ പോയി അവിടെ നിന്ന് ഭൂമിയെ ഉദ്ധരിക്കുകയാണ്. അന്നേരം ഭഗവാന്റെ ആ കാരുണ്യം നമ്മൾ ആലോചിച്ചു നോക്കും. ഇനി എൻ്റെ ചോദ്യം, ഏത് സമുദ്രത്തിലാണ് ഭൂമി പോയി പതിച്ചത്? ഇനി ഭൂമിയാണോ പതിച്ചത് അതോ ഭൂമണ്ഡലമാണോ പതിച്ചത്? ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്. അന്നേരം ഇതൊക്കെ 5ാമത്തെ സ്കന്ധം നമ്മൾ പഠിക്കുമ്പോൾ, വേദിക് കോസ്മോളജി പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്, ദേവന്മാരെവിടെയാണ് ഇരിക്കുന്നത്. ഇതൊന്നും കാൽപ്പനികമല്ല, യഥാർത്ഥത്തിൽ ഉള്ള സത്യങ്ങളാണ്. ശ്രീമദ് ഭാഗവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അതൊന്നും ഇല്ല എന്നല്ല. നമ്മൾ ചുറ്റും നോക്കൂ, സൂര്യൻ കറക്റ്റ് സമയത്ത് ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ചന്ദ്രൻ വരുന്നു, ചന്ദ്രൻ അസ്തമിക്കുന്നു. അതെല്ലാം നമ്മൾ പലതും പല രീതിയിൽ പറയും, ഭൂമി കറക്കുന്നില്ല, അതൊക്കെ ഓക്കെ. പക്ഷേ നമ്മുടെ കൺമുന്നിൽ പല പല ശക്തികളും ഉണ്ട്. വായുവുണ്ട്, അഗ്നിയുണ്ട്, നമ്മുടെ ഉള്ളിൽ, ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ പല പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം അതിൻ്റെതായിട്ടുള്ള ദേവന്മാരുണ്ട്. അവരെ കാണാൻ പറ്റുന്നില്ല എന്നതിൻ്റെ അർത്ഥം അവരൊന്നും ഇല്ല എന്നല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്. ഈ ഇലക്ട്രിസിറ്റിയെ നിയന്ത്രിക്കുന്ന KSEB ആണ്. അന്നേരം KSEB ഇല്ല, KSEB-ക്കാരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തത്വമുണ്ടോ, എന്തെങ്കിലും ലോജിക് ഉണ്ടോ? എനിക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അത്രയേ ഉള്ളൂ. എല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കുന്ന കാര്യമാണ്. ഇലക്ട്രിസിറ്റി കിട്ടുന്നുണ്ട്, പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? അതിന്റെ അർത്ഥം എന്താ? അതിന്റെ പുറകിൽ ആൾക്കാരൊന്നും ഇല്ല എന്നാണോ? KSEB എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വ്യക്തി അതിന്റെ പുറകെ ഇല്ലേ? വ്യക്തിയുണ്ട്. KSEB എന്ന് പറയുന്ന ഒരു ബോർഡാണ്, ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ അനുഭവിക്കുന്ന, ഉപയോഗിക്കുന്ന എല്ലാവിധ റിസോഴ്സസിനും അതിൻ്റെതായിട്ടുള്ള ദേവന്മാരുണ്ട്. അവരാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. അവര് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടണമെന്നില്ല, കാരണം അവരത്ര താഴ്ന്ന വ്യക്തികളല്ല. നമ്മൾ ആരാണ്? നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഈ ഭൂമിയിലുള്ള വിശിഷ്ട വ്യക്തികളെ കാണാനുള്ള യോഗ്യത പോലും നമുക്കില്ല. ഇപ്പൊ ഒരു പ്രധാനമന്ത്രിയെ കാണണമെങ്കിൽ എന്തുമാത്രം പ്രോസസ്സിലൂടെ പോകണം. അന്നേരം ഈ ദേവന്മാരെ കാണുമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നിസ്സാരമാണോ? പാണ്ഡവര് പോലും ദേവന്മാരെ കാണണമെങ്കിൽ തപസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ട്? അർജുൻ പോലും ഭഗവത്ഗീത ആർക്ക് വേണ്ടി ഉപദേശിച്ചോ ആ അർജുൻ പോലും തപസ് ചെയ്തിട്ടാണ് മഹാദേവനെയും ദേവന്മാരെയൊക്കെ കാണുന്നത്. സാക്ഷാൽ കൃഷ്ണൻ കൂട്ടത്തിലുണ്ടായിട്ടും. അന്നേരം പിന്നെ നമ്മുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? അന്നേരം ദേവന്മാരുടെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ സ്ഥിതി എന്തുമായിരിക്കും? ദേവന്മാര് പോലും കാണാൻ കൊതിക്കുന്ന ആളാണ് ഭഗവാൻ. ഇപ്പോ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ KSEB ഡിപ്പാർട്ട്മെന്റ് ഒന്നുമല്ല. ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിന്റെയും പ്രൈം മിനിസ്റ്റർ വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ രാജ്യത്തെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട്, ഒറ്റ ലെറ്റർ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും ഈ രാജ്യത്തെ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെയോ അല്ലെങ്കിൽ സ്റ്റേറ്റിലെ ഒരു ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന ഒന്നുമല്ല അതിന്റെ മുന്നിൽ. ഒരു വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒന്നുമല്ല.
പ്രോട്ടോകോൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പവർഫുൾ ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. അതേപോലെയാണ് ഭഗവാന്റെ പൊസിഷൻ. പക്ഷെ അതേ ഭഗവാൻ ഭക്തരെ രക്ഷിക്കാൻ വേണ്ടി പൊസിഷൻ നോക്കാതെ, സ്ഥാനമാനങ്ങൾ നോക്കാതെ ഏറ്റവും അധമമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഭഗവാൻ തയ്യാറാണ്. എന്തിനു വേണ്ടി? ഇതെല്ലാം എൻ്റെ മക്കളാണ് എന്നുള്ളൊരു സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ. അന്നേരം ഭൂമണ്ഡലം എന്ന് പറയുന്നത്, ഇത് നമ്മൾ കൂടുതൽ 5ാമത്തെ സ്കന്ധത്തിൽ പഠിക്കും. ഭൂമണ്ഡലം എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസ് ആണ്. ഭൂമി ഗോളമാണ്, പക്ഷെ ഈ ഭൂമി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കിനകത്താണ് ഇരിക്കുന്നത്. അതിൻ്റെ നടുക്കാണ് ജംബൂദ്വീപം. അതായത് 9 കോൺസെൻട്രിക് സർക്കിൾസും ഓഷ്യൻസും ഉണ്ട്. അതായത് റൗണ്ട് ആയിട്ട് ഭൂമിയുണ്ട്, ഒരു ദ്വീപാണ് ഇതൊക്കെ. 9 ദ്വീപുകളും 9 സമുദ്രങ്ങളും നിറഞ്ഞതാണ് ഈ ഭൂമണ്ഡലം എന്ന് പറയുന്നത്. ഈ ഭൂമണ്ഡലത്തിനെ സ്ഥായിയായിട്ട് നിർത്താനായിട്ട് 5 ദിശകളിലായിട്ട് 5 ആനകളുണ്ട്. 4 കൂടുതലുണ്ട്. അതിന്റെ എക്സാക്ട് നമ്പർ നമ്മൾ 5ാമത്തെ സ്കന്ധത്തിൽ പഠിക്കാം. 4 ഡയറക്ഷനിലായിട്ട് 8 ഡയറക്ഷൻസിലും 8 ആനകളുണ്ട്. ഈ ആനകളെല്ലാം ഈ ഭൂമണ്ഡലത്തിന്റെ ഭാരത്തെ പിടിച്ചു നിർത്തുകയാണ്, ബാലൻസ് ചെയ്ത് നിർത്തുകയാണ്. എന്നിട്ട് ഈ ഭൂമണ്ഡലം ഇരിക്കുന്നത് നമ്മുടെ അനന്തന്റെ മുകളിലാണ്. അനന്ത ഭഗവാന്റെ അനന്തമായിട്ടുള്ള തലപ്പത്തികളിൽ നിന്ന് ഒരു തലപ്പത്തിയുടെ മുകളിലാണ്. ആ പത്തിയുടെ മുകളിലാണ് ഈ ഭൂമണ്ഡലം ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്. അന്നേരം ഈ ഭൂമണ്ഡലത്തിന്റെ വെയിറ്റിനെ താങ്ങി പിടിച്ച് നിർത്തുന്നത് ഈ ആനകളാണ്, അതിശക്തമായിട്ടുള്ള ആനകൾ. ഈ ആനകളുമായിട്ട് ഹിരണ്യാക്ഷൻ യുദ്ധം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. ആ ആനകളെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അന്നേരം ആന ഓടി. അതിനുശേഷമാണ് ഈ ഭൂമണ്ഡലം ഫുൾ തകർന്ന് ഗർഭജലത്തിലേക്ക് വീണത്. അന്നേരം കാരണജലത്തിലല്ല ഭൂമണ്ഡലം വീണത്. അന്നേരം ഭൂഗോളം മാത്രമല്ല വീണത്, ഭൂമണ്ഡലം മൊത്തത്തിൽ ഗർഭജലത്തിൽ വീണു. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൽ പഠിക്കും 5ാമത്തെ സ്കന്ധം. അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. വളരെ ഡീപ്പും വളരെ എക്സൈറ്റിംഗുമായിട്ടുള്ള സയൻസാണ് വേദിക് കോസ്മോളജി എന്ന് പറയുന്നത്. ഭാഗവത്തിലെ ഒരു പ്രധാന സെക്ഷനാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഭഗവാൻ ദൈവം എത്ര പവർഫുൾ ആണെന്ന് മനസ്സിലാവും. അന്നേരം എന്തുകൊണ്ട് ബ്രഹ്മദേവനൊന്നും ചെയ്യാൻ പറ്റിയില്ല? കാരണം ബ്രഹ്മദേവന്റെ കൺട്രോളിലും അപ്പുറത്തുള്ള കാര്യമാണ്. ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു, പക്ഷെ ഭൂമണ്ഡലം ഫുൾ അങ്ങ് തകർന്നു വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഒരു എഞ്ചിനീയർ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബിൽഡിംഗ് ഫുൾ തകർന്നു വീണ് കഴിഞ്ഞാൽ എഞ്ചിനീയറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ എഞ്ചിനീയർ ആണ് ആ കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്തതെങ്കിലും അത്രയ്ക്ക് പവർ എഞ്ചിനീയറിനില്ല. അമാനുഷികമായിട്ടുള്ള കഴിവുകൾ കാണിച്ചെങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. ബ്രഹ്മദേവന്റെ പവറിൽ ഒതുങ്ങുന്ന കാര്യമല്ല. ദേവന്മാരെല്ലാം വിഷമിച്ചിരിക്കുകയാണ്. ഇതേപോലെ എത്രയോ സംഭവങ്ങൾ നടന്നു. മന്ദാര പർവ്വതം ഇങ്ങനെ സമുദ്രമന്ഥന ലീലയിൽ ആ പർവ്വതം മുഴുവൻ തകർന്ന് താഴോട്ട് മുങ്ങി ഇങ്ങനെ പോയി. ആ സമയത്തും കൂർമ്മ അവതാരം എടുത്തു ഭഗവാൻ, ആ പർവ്വതത്തെ ഉയർത്തി. ഇങ്ങനെ എത്രയോ പ്രാവശ്യം. കാരണം ഭഗവാനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഭഗവാനെ കൊണ്ട് മാത്രമേ പറ്റൂ. ഇത് ദേവന്മാർക്കും അറിയാം. അന്നേരം ഈ ഒരു ഭൂമണ്ഡലം ഗർഭജലത്തിലേക്ക് പോയി വീണു. ഇനി അടുത്ത സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്തു, ഭഗവാന്റെ നാഭിപത്മത്തിൽ നിന്നാണ് താമര വരുന്നത്. 14 ലോകങ്ങളും ഈ താമരത്തണ്ടിലാണ്. പിന്നെ എവിടെയാണ് ഗർഭജലം? ഗർഭജലത്തിൽ ഭഗവാൻ ശയിക്കുന്നുണ്ട്. അന്നേരം അനന്തൻ എവിടെ വരുന്നു? ഇതാണ് അടുത്ത കൺഫ്യൂഷൻ. ഇതും സിമ്പിളാണ്. എന്താണ്? നമ്മുടെ അമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ ജനിച്ചതിന് ശേഷം ആ പുക്കിൾ കൊടിയായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യും. അതേപോലെ തന്നെ സൃഷ്ടിയുടെ രചനയ്ക്ക് ശേഷം ബ്രഹ്മദേവൻ സൃഷ്ടി തുടങ്ങുമ്പോൾ ആ താമരത്തണ്ടെന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് സ്ട്രക്ചറാണ്. അത് വെച്ചിട്ടാണ് ഈ 14 ലോകങ്ങളും സൃഷ്ടി ചെയ്യുന്നത്. അതിനുശേഷം ആ പുക്കിൾ കൊടിയായിട്ടുള്ള ബന്ധം ഭഗവാൻ മാറ്റും. അതിനുശേഷം ഭഗവാന്റെ വൈകുണ്ഠത്തിൽ പോയി വസിക്കും സൃഷ്ടി തുടങ്ങുന്നതിന് ശേഷം. എന്നിട്ട് ഈ സ്ട്രക്ചർ റെഡിയായതിനു ശേഷം ഈ ഭൂമണ്ഡലം നിൽക്കുന്നത് അനന്തന്റെ മുകളിലാണ്, അനന്തന്റെ ശിരസിലാണ്. ആ അനന്തൻ ഇരിക്കുന്നത് കൂർമ്മത്തിന്റെ മുകളിലാണ്. ഈ കൂർമ്മം ഗർഭജലത്തിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം ഭഗവാൻ അവിടെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നും ഇല്ല. ഭഗവാൻ അവിടെ ഇല്ല. അതിന് പകരമായിട്ട് ബാക്കിയുള്ള 8 ഡയറക്ഷനിലുള്ള 8 ആനകൾ, അനന്തൻ, അതിനുശേഷം കൂർമ്മം ഈ ജലത്തിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈ ആനകൾ പേടിച്ചോടി. കാരണം ഹിരണ്യാക്ഷന് മല്ലയുദ്ധം ചെയ്യാനായിട്ട് നല്ല ശക്തനായിട്ട് ആരുമില്ല.
അന്നേരം എല്ലാ ഡയറക്ഷനിലും പോയി വെല്ലുവിളിച്ചു, ആനകളൊക്കെ പേടിച്ചോടി. അന്നേരം അനന്തൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് നോക്കിയാൽ മതി, ഹിരണ്യാക്ഷൻ തീരും. പക്ഷേ പ്രോട്ടോകോൾ കൊടുത്തിട്ടില്ല, നിയമം കയ്യിലെടുക്കാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല. അനന്തൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ബലരാമന്റെ എക്സ്പാൻഷൻ, വിസ്തരണമാണ്. ബലരാമൻ ഒന്ന് നോക്കിയാൽ പോരെ, തീർന്നില്ല ഹിരണ്യാക്ഷന്റെ കഥ. പക്ഷെ എന്നാലും ഭഗവാൻ ആ പവർ കൊടുത്തിട്ടില്ല. പവറുണ്ട്, പക്ഷെ നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അനന്തന് ഒന്നും മിണ്ടിയില്ല. അന്നേരം അനന്തന്റെ ശിരസിൽ ഈ ഭൂമണ്ഡലം ഇരിക്കുകയാണ്. ബാലൻസ് തെറ്റിയപ്പോൾ എല്ലാം കൂടെ ഗർഭജലത്തിലേക്ക് പോയി. അന്നേരം ഈ ഗർഭജലം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അതില് ഒരു ബ്രഹ്മാണ്ടത്തിനകത്ത് നടക്കുന്ന, നമ്മുടെ ബ്രഹ്മാണ്ടത്തിനകത്ത് നടന്ന കാര്യമാണ് പറയുന്നത്. ഇതെപ്പോഴാണ് നടന്നത്? വരാഹകൽപ്പത്തിൽ, വരാഹാവതാരം വന്ന വരാഹകൽപ്പത്തിൽ. കൽപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മദേവന്റെ ഒരു ദിവസത്തെയാണ് കൽപ്പം എന്ന് പറയുന്നത്. അങ്ങനെ എത്ര ദിവസമുണ്ട് നമുക്ക് എണ്ണാൻ പോലും പറ്റത്തില്ല. 1000 ചതുർയുഗങ്ങൾ കഴിയുമ്പോൾ ഒരു ദിവസമായി. അങ്ങനെ 1000 ചതുർയുഗം ആകുമ്പോൾ ഒരു രാത്രിയായി. മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ 30 ദിവസം. ഇതിലെ വരാഹകൽപ്പം എന്ന് പറയുന്ന ഒരു കൽപ്പത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. തുടക്കത്തിലായിരുന്നു അത്. സനത് കുമാർ ഋഷി അതിനുശേഷമാണ് നമ്മൾ ഈ അവതാരത്തെ കുറിച്ച് പറയുന്നത്. അന്നേരം മനസ്സിലാക്കിയിരിക്കണം, ഏതോ കൽപ്പത്തിൽ നടക്കുന്നതാണ്. അതിനെക്കുറിച്ച് എക്സാക്ട് നമ്പർ ഉണ്ട്, പക്ഷെ അത് നമ്മൾ എണ്ണം, ആ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നത്തില്ല. എല്ലാ ദിശയിൽ കൂടെയും കിളികൾ പറക്കാൻ തുടങ്ങും. ഇത്രയും വർഷങ്ങളോ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അന്നേരം ആ ഒരു ബ്രഹ്മാണ്ടത്തിനകത്ത് നടക്കുന്ന സംഭവമാണ്. ആ ഒരു ബ്രഹ്മാണ്ടം ഞാൻ പറഞ്ഞു പകുതി ഗർഭജലം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ ഭൂമണ്ഡലവും ബ്രഹ്മാണ്ടത്തിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അന്നേരം ആ ഭൂമണ്ഡലം എന്ന് പറയുന്നത് ഫിക്സ് ആയിട്ട് ഇരിക്കുന്ന സംഭവമല്ല, ഗ്യാപ്പ് ഉണ്ട്. അന്നേരം ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് 8 ഡയറക്ഷനിലും 8 ആനകളാണെന്ന് ഞാൻ പറഞ്ഞു. വലിയ ശക്തനായിട്ടുള്ള ആനകളാണ്. ഇതൊന്നും സാധാരണ വ്യക്തികൾ. ഇതിനെക്കുറിച്ച് ഭാഗവതത്തിൽ വീണ്ടും പറയുന്നുണ്ട്. കാരണം സകരപുത്രന്മാര് കുതിരയെ കാണുന്നില്ലെന്ന് പറഞ്ഞ് അന്വേഷിച്ചു പോവുകയാണ്. ദേവേന്ദ്രൻ അശ്വമേധ യജ്ഞത്തെ മുടക്കാൻ വേണ്ടി പല പ്രാവശ്യവും കുതിരകളെ തട്ടിക്കൊണ്ടുപോയി. അന്നേരം ഈ 8 ആനകളുടെ അടുത്തും വന്ന് ചോദിക്കുന്നുണ്ട്. അതുകൂടാതെ സീതാദേവി അന്വേഷിച്ച് 4 ദിശകളിലായിട്ട്, അന്നേരം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതൊന്നും മിത്തോളജി അല്ല, ആധികാരികമാണെന്ന് ഞാൻ പറയുകയാണ് ഈ ആനകളുടെ കാര്യം. അതുകൂടാതെ ഈ 4 ദിശകളിലായിട്ട് വാനരന്മാർ പോകുമ്പോൾ സുഗ്രീവൻ പറഞ്ഞു കൊടുക്കുന്നു, ഈ ദിശയിലേക്ക് പോകുമ്പോൾ ഇതുണ്ട്, ആ ദിശയിലേക്ക് പോകുമ്പോൾ ഇതുണ്ട്, പിന്നെ അവസാനം നിങ്ങൾ എത്തുമ്പോൾ ഒരു ആന കാണും, അതോടെ സ്റ്റോപ്പ് ചെയ്യണം, അതിനപ്പുറം ഒന്നുമില്ലെന്ന്. അന്നേരം ഇതെല്ലാം കേട്ടപ്പോഴത്തേക്ക് ഭഗവാൻ രാമൻ ചോദിച്ചു, ഇതെല്ലാം നിനക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അങ്ങനെ പറയും, വേറൊന്നും കൊണ്ടല്ല, സുഗ്രീവൻ ഈ വഴിയെല്ലാം എന്നെ ഓട്ടിച്ചിട്ടുണ്ടെന്ന്. അന്നേരം ജീവനിൽ പേടിയുണ്ട്, ഇവിടെ എല്ലാം ഞാൻ ഓടി ഓടി കണ്ടുപിടിച്ച കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ 4 ദിശകളിലും പോയി അവരെല്ലാവരും അന്വേഷിച്ചിട്ടുണ്ട്. ഈ ആനകളെ കുറിച്ച് പറയുന്നുണ്ട്. അന്നേരം ഈ ബാലൻസ് ചെയ്ത ആന ഓടിയപ്പോൾ ഈ ഭൂമണ്ഡലം നേരെ ഗർഭജലത്തിലേക്ക് പോയി വീണു. അന്നേരം വെയിറ്റുള്ള സാധനം വീണ് കഴിഞ്ഞാൽ എവിടെ പോകും? നേരെ അടിയിലോട്ട് അങ്ങ് പോകും. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ഭൂമണ്ഡലത്തിൽ എന്തൊക്കെയാണുള്ളത്? 9 ദ്വീപുകൾ, 9 സമുദ്രങ്ങൾ, പല പല സമുദ്രങ്ങളുണ്ട്. വളരെ രസകരമായിട്ടുള്ള സമുദ്രങ്ങളാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കാൽപ്പനികമായിട്ട് തോന്നും, പക്ഷെ കാൽപ്പനികമല്ല, യഥാർത്ഥമാണ്. കാരണം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രഹ്മദേവനാണ്. നല്ലൊരു ടൗൺഷിപ്പാണ്, നല്ല ബെസ്റ്റ് എഞ്ചിനീയർ ആണ്. നമ്മൾ തന്നെ ഇപ്പോൾ ഗൾഫിൽ എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ്. അവിടെ ഇപ്പോൾ ചെന്ന് നോക്കും, മരുഭൂമിയാണോ? നല്ലൊരു ടൗൺഷിപ്പും ജലാശയം അതൊക്കെ എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഒരു മനുഷ്യൻ ഇത്രയും പറ്റുമെങ്കിൽ ദേവന്മാർക്ക് എന്തുകൊണ്ട് പറ്റത്തില്ല? അവർ അമാനുഷികമായിട്ടുള്ള പല കാര്യങ്ങളും സ്ട്രക്ചറും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അന്നേരം അത്രയും നല്ല ഒരു 9 ദ്വീപുകൾ ഇതുള്ള ആ ഒരു സ്ട്രക്ചറാണ് അകത്ത് താഴോട്ട് ജലത്തിലേക്ക് പോയി വീണത്. അതിനകത്ത് നടുക്കാണ് ജംബൂദ്വീപം. ജംബൂദ്വീപത്തിന് ചുറ്റുമായിട്ടുള്ള പല ഇതുണ്ട്. ജംബൂദ്വീപത്തിനകത്ത് പല പല വർഷങ്ങളുണ്ട്. ഇലാവർത്ത വർഷം, കിംപുരുഷ വർഷം, അതിലെ ഭാരതവർഷത്തെ 9 ദ്വീപുകളായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഭാരതഖണ്ഡമാണ് നമ്മുടെ ഭൂമി. നമ്മൾ ഈ എർത്ത് ഗ്ലോബ് എന്ന് പറയുന്ന ആ ഭൂമി അതാണ്. അതിങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കുകയാണ്. അന്നേരം ആ ഭൂമിയല്ല ജലത്തിൽ പോയി വീണത്, ഈ മുഴുവൻ സ്ട്രക്ചറുമാണ് പോയി വീണത്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ഭൂമി മാത്രമാണെങ്കിൽ ദേവന്മാർക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതൊന്നും വലിയ സംഭവമല്ല. കാരണം നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞത് വളരെ ചെറുതാണ്. ഇതിനെക്കാട്ടിയും വലിയ വലിയ പർവ്വതങ്ങളും വലിയ വലിയ മരങ്ങളും ചുറ്റുമുണ്ട്.
അന്നേരം വരാഹസ്വാമി വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ സ്ട്രക്ചറാണ്, ഈ ഭൂമണ്ഡലത്തിന്റെ സ്ട്രക്ചർ ഫുള്ളാണ് തെറിച്ചു പോയത്. ഇനി ഉപരി ലോകങ്ങളൊന്നും ഇങ്ങനെ കണക്റ്റഡ് ആണ്. ധ്രുവ നക്ഷത്രമായിട്ട് ഒരു വിമാനം മാതിരി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധ്രുവ നക്ഷത്രമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേറെന്തോ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ പേടിച്ചു പോകരുത്. പക്ഷെ സൂര്യന് രഥമുണ്ട്, സൂര്യൻ കറങ്ങുന്നുണ്ട്. ഇതൊക്കെ പുറത്തുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കും വട്ടാണെന്ന്. പക്ഷേ ഇതൊക്കെ സത്യമാണ്. ഭഗവത്ഗീത ഭാഗവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. ഇതൊന്നും നമ്മൾ എന്തു പറഞ്ഞാൽ മോഡേൺ കോസ്മോളജി അനുസരിച്ച് പോകുന്നതിൽ തെറ്റില്ല, സയന്റിഫിക്കലി അവർ പറയുന്നത്. പക്ഷേ ഇത് ദേവന്മാരുടെ നോട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇതാണ് പരമമായിട്ടുള്ള സത്യം. നമ്മൾ കാണുന്നതെല്ലാം അതേപോലെ ആകണമെന്നില്ല. കാരണം നമ്മളെക്കാട്ടിയും വളരെ പവർഫുൾ ആണ് ദേവന്മാർ. അന്നേരം നമ്മുടെ ലോജിക്കിനനുസരിച്ചും നമ്മുടെ ഇന്റലിജൻസിനും അനുസരിച്ചല്ല ഈ പ്രപഞ്ചം ചലിക്കുന്നത്. നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ദേവന്മാർ. ഇപ്പൊ ഉദാഹരണത്തിന് KSB വഴി ഇലക്ട്രിസിറ്റി എങ്ങനെ നമ്മുടെ വീട്ടിൽ എത്തുന്നു എന്ന് നമുക്ക് പല രീതിയിലും ഊഹിക്കാൻ പറ്റും. ട്രാൻസ്ഫോമർ വഴി ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ ആലോചിക്കാൻ പറ്റും. പക്ഷെ അവർക്കല്ലേ അറിയൂ ഇത് എങ്ങനെയാണെന്ന്. KSB എടുത്ത് ചോദിക്കണം, അവിടുത്തെ എഞ്ചിനീയറിനോട് ചോദിക്കും ഇത് ഏതൊക്കെ വഴിയാണെന്ന്. അവരെ പോലെ അവർക്കല്ലേ അറിയാൻ പറ്റൂ. നമ്മൾ പല രീതിയിലും ഊഹാപോഹങ്ങൾ ക്രിയേറ്റ് ചെയ്യാം, പക്ഷെ അത് സത്യമാകണമെന്നില്ല. അന്നേരം ഭാഗവതം എന്ന് പറയുന്നത് ദേവന്മാർ ഈ പ്രപഞ്ചത്തെ എങ്ങനെ കാണുന്നു അതാണ് അവിടെ പറയുന്നത്. മനുഷ്യര് നോക്കുന്ന പോലെ അല്ല, ദേവന്മാരുടെ നോട്ടത്തിൽ ഈ പ്രപഞ്ചം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതാണ് പറയുന്നത്. അന്നേരം അതിൻ്റെ ആ ഒരു ലെവൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ നമ്മൾ എപ്പോഴും ഏതൊരു വസ്തുവിനെ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ 3 ഡയമെൻഷൻസേ നമുക്ക് കാണാൻ പറ്റൂ. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. 3 ദിശകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഒരു പന്ത് നമ്മുടെ മുന്നിൽ വെച്ചാൽ, ഒരു സ്പിയർ, ഒരു ബോൾ നമ്മുടെ മുന്നിൽ വെച്ചാലും അതിൻ്റെ 3 ഡയറക്ഷനെ നമുക്ക് കാണാൻ പറ്റും. ഓൾ ഡയറക്ഷൻസ് കാണാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കണ്ണുകൾക്ക് 3D മാത്രമേ കാണാൻ പറ്റൂ. 4D കാണാൻ പറ്റത്തില്ല, 5D കാണാൻ പറ്റില്ല. അതായത് 5 സൈഡ്സ് ഒരേ സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല, 6 സൈഡ്സ് ഒരേ സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ദേവന്മാരുടെ കണ്ണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ഡയമെൻഷണൽ ആണ്. ഉപരി ലോകങ്ങളോളം ലോകത്തിൽ പോകുന്തോറും അവരുടെ ആ ഒരു വിഷൻ മൾട്ടി ഡയമെൻഷണലാണ്, നമ്മുടെ വിഷൻ അല്ല. അന്നേരം മൾട്ടി ഡയമെൻഷണൽ കാര്യങ്ങൾ ഈ 3 ഡയമെൻഷണൽ കണ്ണ് വെച്ച് നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? ഒരിക്കലും പെർസീവ് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ഈ ഭൂമണ്ഡലത്തിന്റെ ഫുൾ സ്ട്രക്ചർ ഗർഭജലത്തിൽ പോയി വീഴുകയാണ്. ആ വെയിറ്റ് കൊണ്ട് ഇത്രയും പവർഫുൾ ഓഷ്യൻസും ഇതും ഉള്ള ആ ഒരു സ്ട്രക്ചർ ഫുൾ താഴോട്ട് വീണപ്പോൾ ബ്രഹ്മദേവൻ വിഷമിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം, കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബിൽഡിംഗ് മുഴുവൻ തകർന്നു കഴിഞ്ഞ അവിടുത്തെ ആ എഞ്ചിനീയറിന്റെ അവസ്ഥ എന്തായിരിക്കും? സിവിൽ എഞ്ചിനീയറിന്റെ വിഷമിച്ചു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ്, എല്ലാ ദേവന്മാരും സ്തുതിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ തലകുനിച്ചിരിക്കുമ്പോഴാണ് മൂക്കിന്ന് എന്തോ വീഴുന്നത്. നമ്മുടെ മൂക്കിന്ന് എന്ത് വരും? മൂക്കളെ അതൊക്കെ മൂക്കിന്ന് അഴുക്കും അതൊക്കെ ആയിരിക്കും വീഴുന്നത്. പക്ഷെ ബ്രഹ്മദേവന്റെ മൂക്കിന്ന് ഒരു ചെറിയ വണ്ട് പോലെ ഒരാൾ വന്നു. നിമിഷങ്ങൾക്കകം ആ രൂപം വലുതായി, ഒരു ആനയുടെ വലുപ്പമായി, ഒരു ബ്രഹ്മാണ്ടത്തിന്റെ അത്രയും വലുപ്പമായി. അന്നേരം എല്ലാവർക്കും കണ്ടപ്പോഴേ മനസ്സിലായി ഭഗവാന്റെ ആ നിറം. സാധാരണ രീതിയിൽ പന്നി എന്ന് പറഞ്ഞാൽ ഒരു അത്ര കാണാൻ ഭംഗിയില്ലാത്തതാണ്. പക്ഷെ ഭഗവാന്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഭാഗവത്തിൽ വർണ്ണിക്കും. അതിസുന്ദരൻ. വരാഹരൂപം എടുത്തിട്ടും ഭഗവാന്റെ സൗന്ദര്യത്തിന് ഒരു കുറവുമില്ല. അതിസുന്ദരനാണെന്നാണ് പറയുന്നത്. ഭഗവാന്റെ രോമങ്ങളാണ് ദർഭപ്പുല്ല്. ഏറ്റവും പവിത്രമായിട്ടുള്ള ദർഭ വരുന്നത് ഭഗവാന്റെ രോമത്തിൽ നിന്നാണ്. അന്നേരം ആ വരാഹസ്വാമി വന്ന ഉടനെ എല്ലാ ദേവന്മാരും ഋഷിമാരും സ്തുതിക്കാൻ തുടങ്ങി, പുരുഷ സൂക്തങ്ങൾ പാടാൻ തുടങ്ങി, എല്ലാ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി. കാരണം ഇന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ, യജ്ഞേശനാണ്, സാധാരണ അവതാരമല്ല, യജ്ഞാധിപതിയാണ്. എല്ലാ യജ്ഞങ്ങൾക്ക് വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതാണ് വരാഹസ്വാമി. ആ വരാഹസ്വാമി വന്നിട്ടാണ് ഏറ്റവും അധമമായിട്ടുള്ള ലോകത്തിൽ. ഇനി സൂര്യന്റെ രഥം ഞാൻ പറഞ്ഞില്ലേ, ആ സ്ട്രക്ചറും തകർന്നു ഇത് കാരണം സൂര്യന്റെ രഥം ഓടുന്നത് മാനസോത്ര മൗണ്ടൻ എന്ന് പറയും. ഈ ഭൂമണ്ഡലത്തിന്റെ ചുറ്റും ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ മുകളിലൂടെയാണ് രഥം ഓടുന്നത്. എന്നിട്ട് അതിന്റെ ഒരു ആക്സില് ധ്രുവ നക്ഷത്രത്തിലും ഇരിക്കുകയാണ്, ഒരു ആക്സില് സുമേരു പർവ്വതത്തിലും. ഇങ്ങനെയാണ് സൂര്യൻ ഇങ്ങനെ ചുറ്റും ഓടുന്നത്. അന്നേരം ഭൂമണ്ഡലം തകർന്നപ്പോൾ സൂര്യന്റെ ചക്രവും പോയി, എല്ലാം കുളമായി, സ്ട്രക്ചർ ഫുള്ള്. അതുകൊണ്ട് കൺമുന്നിൽ വെച്ച് ഒരു ബിൽഡിംഗ് തകരുന്ന ഒരു അവസ്ഥയായിരുന്നു ബ്രഹ്മദേവ് ഇരിക്കുന്നത്. അതിനെ വീണ്ടും റെഡിയാക്കാൻ വേണ്ടിയാണ്
വരാഹസ്വാമി ഗർഭജലത്തിലേക്ക് പോയത് അതിവേഗതയോടുകൂടി ഭഗവാൻ പോയി. കാരണം ഫുൾ സ്ട്രക്ചർ പോയിരിക്കുകയാണ്. അവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും വിഷമോ ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കാണ് ആ ഭൂമണ്ഡലത്തെ ഭഗവാൻ പൊക്കി വരുന്നത്. പക്ഷെ നിങ്ങൾ പണ്ടത്തെ ഏത് വരാഹസ്വാമിയുടെ ക്ഷേത്രം നോക്കിക്കഴിഞ്ഞാലും ഭൂമിയെ ഗോളമായിട്ടല്ല അവിടെ കാണിക്കുന്നത്, ഭൂമി ദേവിയായിട്ടാണ് കാണിക്കുന്നത്. എന്തുകൊണ്ട്? ഇത് ഭൂമണ്ഡലം മൊത്തമാണ് വീണത്. അന്നേരം ഗോളമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവത്തില്ല. അതിൻ്റെ അർത്ഥം ഭൂമി ഫ്ലാറ്റ് ആണെന്നല്ല. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് യഥാർത്ഥ ഭൂമണ്ഡലത്തിലെ ചെറിയൊരു സെക്ഷൻ മാത്രമാണ്. നമുക്ക് ആക്സസ് ഉള്ളത് ആ ഒരു റൂം മാത്രം. അതിൻ്റെ അർത്ഥം ആ ബിൽഡിങ്ങിൽ ആ ഒരു മുറി മാത്രമാണ് അല്ല, മൊത്തം ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൽ നമ്മൾക്ക് ആക്സസ് ഉള്ളത് ഇപ്പോഴത്തെ ഒരു ഭൂമി മാത്രമാണ്. പിന്നെ നമ്മുടെ കാഴ്ചകൾക്കും വിഷനും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായത് കൊണ്ട് മറ്റു മുറികളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം മറ്റു മുറികൾ ഇല്ല എന്നല്ല. ഇതൊരു വലിയൊരു സ്ട്രക്ചറാണ് വീണത്. അതിനെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് വരാഹസ്വാമി വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, വരാഹസ്വാമി ചെയ്തത് എന്തുവാ അമേസിങ് ഫീറ്റാണ്. സാധാരണ അതാണ് പറയുന്നത്, ഭാരത ശുള്ള പ്രഭുപാദ്ജി പറയുന്നത് അസാധാരണ കാര്യമാണ് വരാഹസ്വാമി ചെയ്തത്. അല്ല ചുമ്മാ ഒരു പന്തല്ല പൊക്കിയിരിക്കുന്നത്. പക്ഷെ ഇത്രയും വലിയ ഭൂമണ്ഡല സ്ട്രക്ചർ എടുത്തിട്ടും ആധുനിക യുഗത്തിലെ ചില ചിത്രങ്ങൾ മാത്രമാണ് ഭൂഗോളമായിട്ട് കാണിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ശില്പശാസ്ത്രം അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വരാഹസ്വാമിയുടെ വിഗ്രഹം കൊത്തിയെടുക്കുമ്പോൾ എപ്പോഴും ഭൂമി ദേവിയെ ദേവി രൂപത്തിൽ തന്നെ വെക്കണമെന്ന് പറയുന്നുണ്ട്. കാരണം ഇതാണ് പ്രശ്നം. കാണുമ്പോഴത്തേക്ക് ഇല്ലോജിക്കലായിട്ട് തോന്നും. കാരണം എന്താണ്? ഭൂമണ്ഡലമാണ് ഫുൾ. ആ ഭൂമണ്ഡലം മൊത്തത്തിലാണ് വീണിരിക്കുന്നത്. ആ സ്ട്രക്ചറിനെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് വരാഹസ്വാമി പോയത്. അതുകൂടാതെ ഈ ഭൂമണ്ഡലത്തിന്റെ മുഴുവൻ ദേവിയാണ് ഭൂമി ദേവി. അന്നേരം അങ്ങനെ ഉദ്ധരിച്ച് മുകളിൽ കൊണ്ടുവന്നു. പക്ഷെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹിരണ്യാക്ഷൻ വന്നു. എന്നിട്ട് പറഞ്ഞു, എടാ ദുഷ്ട കള്ള, ആരും ഇല്ലാത്തപ്പോ എന്റെ വസ്തു നീ മോഷ്ടിക്കുന്നു. ആരോടാണ് ചോദിക്കുന്നത്? ആരാണോ ഈ എന്താ പറയുന്നത് വാദിപ്രതിയായെന്നുള്ളൊരു അവസ്ഥയിലായി. ഭഗവാൻ ഒന്നും വേണ്ടിയില്ല. തൽക്കാലത്തേക്ക് ആ ഒരു എയറിൽ തന്നെ ഭഗവാന്റെ ശക്തി കൊണ്ട് ആ ഭൂമണ്ഡലത്തിനെ പിടിച്ചു നിർത്തി ഭഗവാൻ. എന്നിട്ട് ഇവനുമായിട്ട് യുദ്ധം ചെയ്തു. അതിനുശേഷം വീണ്ടും എങ്ങനെയായിരുന്നു സ്ട്രക്ചർ അങ്ങനെ തന്നെ ഭഗവാൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതാണ് വരാഹസ്വാമി. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, ഭഗവാൻ സാധാരണ ഒരു പന്നി രൂപമല്ല ഭഗവാൻ എടുത്തിരിക്കുന്നത്. അമാനുഷ്യമായിട്ട് സാധാരണ വ്യക്തികളുടെ ചിന്തകൾക്കും അപ്പുറത്തായിട്ട് ദേവന്മാർക്ക് പോലും മനസ്സിലാവാത്ത ഒരു രൂപമാണ് വരാഹസ്വാമി. അന്നേരം വരാഹസ്വാമിയിൽ നമുക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ ഉള്ളിലും നമ്മുടെ ആത്മാവ് അധമമായിട്ടുള്ള ചിന്തകളിൽ ഇങ്ങനെ മുങ്ങി പൊതിഞ്ഞു കിടക്കുവാണ്. താഴ്ന്ന ഗുണങ്ങളിലേക്ക്, തമോ ഗുണത്തിലേക്ക് ഇങ്ങനെ വീണ്ടും കിടക്കുവാണ്. അന്നേരം വരാഹസ്വാമി അടുത്ത് പ്രാർത്ഥിക്കണം, നമ്മുടെ ആത്മാവിനെ ആ അധമ ഗുണങ്ങളിൽ നിന്നും അധമമായിട്ടുള്ള ആ ഒരു ബോധത്തിൽ നിന്നും ഉയർത്തി എങ്ങനെയാണോ ഭൂമണ്ഡലത്തിനെ ആ ഒരു യഥാർത്ഥ സ്ഥാനത്തിലേക്ക് വീണ്ടും തിരിച്ചു വെച്ചത്, അതേപോലെ നമ്മുടെ ബോധത്തെ വീണ്ടെടുക്കാൻ വരാഹസ്വാമിയത്ത് പ്രാർത്ഥിക്കണം. ഇനി ഇതിനെക്കുറിച്ച് സംബന്ധമായിട്ട് വേറൊരു കഥയും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ദേവേന്ദ്രന് ബൃഹസ്പതിയിൽ നിന്നൊരു ശാപം കിട്ടി, പന്നിയാവട്ടെ എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഗുരുവിനെ നിന്ദിച്ചു. അന്നേരത്തേക്ക് അദ്ദേഹം പന്നിയായിട്ട് അവിടെ ഇരുന്നു. അന്നേരം ആ ശാപത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും ഇന്ദ്രൻ തിരിച്ചു വരുന്നില്ല. അന്നേരത്തേക്ക് ഉടനെ നമുക്ക് ഇന്ദ്രനെ കുറ്റപ്പെടുത്താൻ ആരുമല്ല. ഇന്ദ്രദേവന്റെ കഥ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം എന്താണ്? അന്നേരത്തേക്ക് ഉടനെ ബ്രഹ്മദേവൻ അവിടെ ചെന്നു, ഇന്ദ്ര നീ മറന്നുപോയോ? നീ ഇന്ദ്രാധിപതിയാണ്, ദേവലോകത്തിലെ അധിപതിയാണ്, നീ തിരിച്ചു വരൂ, ഇന്ദ്ര പദവിയിലേക്ക് തിരിച്ചു വരൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പന്നി പറയുക, ഞാൻ ഇവിടെ ഹാപ്പിയാണ്, എനിക്ക് എൻ്റെ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ഇഷ്ടം പോലെ കഴിക്കാനുള്ള ഭക്ഷണം. എന്താണ് ഭക്ഷണം? മാലിന്യം നിറഞ്ഞ വസ്തുക്കൾ. ഇതിൽ ഇന്ദ്രൻ ഹാപ്പി ആയിട്ടിരുന്നു. ഇത് എടുത്തു പറയുന്ന ഒരു കഥയാണ് പുരാണത്തില്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, ദേവന്മാർ പോലും പന്നിയുടെ രൂപം എടുക്കുമ്പോൾ അധമ ഗുണത്തിലേക്ക് സ്പർശിക്കും. പക്ഷെ ഭഗവാന്റെ രൂപം അങ്ങനെയാണോ? അല്ല. ഭഗവാൻ വരാഹ രൂപം എടുത്തപ്പോഴും ഭഗവാൻ അതീന്ദ്രിയ അവസ്ഥ തുടർന്നു. ഭഗവാന് മാലിന്യങ്ങൾ സ്പർശിക്കത്തില്ല, ത്രിഗുണങ്ങൾ സ്പർശിക്കാറില്ല. അന്നേരം ഈ ഇന്ദ്രന്റെ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൊതുവെ ത്രിഗുണങ്ങളുടെ പ്രശ്നം ഇതാണ്. എത്ര വലിയ ദുഃഖം ഉണ്ടെങ്കിലും, എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും, വി ആർ ഹാപ്പി ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം.
ആദ്യം വേണ്ടുന്നത് നമ്മൾ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഏറ്റവും അധമമായിട്ടുള്ള ലോകത്തിലാണ് താമസിക്കുന്നത്. ഇതിൽ നിന്ന് താഴ്ന്നുള്ള ലോകമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം അത്രയും സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയൊന്നും നമുക്കില്ല. നമ്മൾ ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം, നമ്മുടെ ഈ ശരീരം തന്നെ എന്തുമാത്രം യാതനകളാണ് നമുക്ക് തരുന്നത്. മനസ്സ് നമുക്ക് എന്തുമാത്രം യാതനകളാണ് തരുന്നത്. ഭഗവാൻ തന്നെ പറയുന്നത് ദുഃഖത്തിന്റെ ആലയമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ദുഃഖം അനുഭവിച്ചാലും ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് ഹൗ ആർ യു എന്ന് പറയുമ്പോൾ ഐ എം ഫൈൻ. പ്രശ്നത്തിന്റെ ഒരു കൂടാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുന്നത്. പക്ഷെ എന്നിട്ടും നമ്മൾ വിചാരിക്കുന്നു ഐ എം ഫൈൻ. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആദ്യം നമ്മൾ ഇതിന്റെ അർത്ഥം എല്ലാവരും പറയൂ ഐ എം വെരി സാഡ് എന്ന് പറയണമെന്നല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ സെക്യൂർ ലോകത്തല്ല ഇരിക്കുന്നത്. നമ്മൾ ഏറ്റവും അധമമായിട്ടുള്ള ലോകത്തിൽ തമോ ഗുണത്തിന്റെ അധീനതയിലാണ് നമ്മൾ ഇരിക്കുന്നത്. സത്വരജ തമോ ഗുണത്തിന്റെ അധീനതയിലാണ്. കുറഞ്ഞ പക്ഷം രജോ ഗുണത്തിലെങ്കിലും നമ്മൾ വരാൻ നോക്കണം. കുറഞ്ഞ പക്ഷം അതിൽ നിന്ന് ഉപരിയായിട്ടുള്ള സത്വഗുണത്തിൽ വരാൻ ശ്രമിക്കണം. തമോ ഗുണത്തിലായി പോകരുത്, അന്ധകാരത്തിലായി പോകരുത് നമ്മുടെ ജീവിതം. സത്വഗുണത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ തിരുനാമം ജപിക്കണം, ഭഗവാന്റെ കഥാശ്രവണം അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ എങ്ങനെയാണോ വരാഹസ്വാമി ഈ ഭൂമണ്ഡലത്തിനെ തിരിച്ചു ഉയർത്തിയത്, അതേപോലെ നമ്മുടെ ബോധത്തെ ഉയർത്താൻ ഭഗവാന് പറ്റൂ. നമ്മൾ ഭഗവാന്റെ സഹായം തേടിയില്ലെങ്കിൽ ഭഗവാൻ നമ്മളെ ഒരിക്കലും സഹായിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഭഗവാന്റെ ആവശ്യമാണെന്ന് ഭഗവാന് ബോധ്യപ്പെടണ്ടേ? അതിനുവേണ്ടിയാണ് നമ്മൾ നാമം ജപിക്കുന്നതും ഭഗവത്ഗീത ഭാഗവതവും ഒക്കെ വായിക്കുന്നതും. അന്നേരം ഈ കഥകളൊക്കെ കഥകളല്ല, യഥാർത്ഥ ചരിത്രമാണ്. പക്ഷേ സാധാരണ മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഇവരെല്ലാം ഇതിനെ എന്താക്കി? മിത്തോളജി ആക്കി മാറ്റി. പക്ഷെ മിത്തോളജി ആക്കിയാലും ഇല്ലെങ്കിലും സത്യം സത്യം തന്നെയല്ലേ? ദേവന്മാർക്കറിയാം സത്യങ്ങളൊക്കെ. അവരാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പ്രൈം മിനിസ്റ്റർ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും KSEBക്കാർക്കും എല്ലാ ഗവൺമെന്റ് ഓഫീസേഴ്സിനും അറിയാം ആരാണ് പ്രൈം മിനിസ്റ്റർ. പ്രോട്ടോകോൾ അവർക്ക് നല്ലപോലെ അറിയാം. അന്നേരം നമ്മുടെ സമ്മതവും ഇല്ലായ്മ ഒരു പ്രശ്നമേ അല്ല. നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ പ്രപഞ്ചം ചലിക്കുന്നത് ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. നമുക്ക് കിട്ടുന്ന ഓരോ കാര്യവും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഇത് ഭഗവാന്റെ ഏറ്റവും വലിയ കാരുണ്യമാണ്. ഇതാണ് നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നാളെ നമുക്ക് നാരദ മഹർഷിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. 8ാമത്തെ ശ്ലോകം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, ശ്രീ പ്രഭുപാദ് ജി കി ജയ്. ഹരേ കൃഷ്ണ.